അപ്പോൾ ഈ വന്ന കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് പ്രോപ്പർ സർവീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിന് ഉപയോഗിക്കേണ്ടത്. ഇതും ഒരു അപ് ടു 2 kg. അപ്പോൾ ഇതുവഴി ക്ലോത്തിങ്, പെർഫ്യൂംസ്, അതേപോലെ സ്റ്റാമ്പ്സ്, അപ് ടു 2 kg വരെയുള്ള ഏത് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്ക് ഇമ്മീഡിയറ്റ്ലി കസ്റ്റമർക്ക് ട്രാക്കിംഗ് നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എമിറേറ്റ്സ് പോസ്റ്റിന്റെ കയ്യിലുണ്ട്. ഇനി അത് കൂടാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വലിയ പ്രൊഡക്റ്റ് ആണെന്നിരിക്കട്ടെ, അതായത് വെയിറ്റ് കൂടിയ പ്രൊഡക്റ്റ് ആണെന്നിരിക്കട്ടെ, നിങ്ങൾക്കറിയാം ഇപ്പൊ DHL ഉപയോഗിക്കുന്ന ആളാണ്, അവർ വോളിയോമെട്രിക് ഉറപ്പായിട്ടും അത് സൈസ് കൂടുമ്പോൾ പ്രൈസ് കൂടും. യെസ്, വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ പോലും ബോക്സിന്റെ സൈസിനനുസരിച്ചിട്ട് ഇത് കൂടും. അതെ. ഈ എമിറേറ്റ്സ് പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EMSന് ഗ്രോസ് വെയിറ്റ് ആണ് എടുക്കുന്നത്. ആക്ച്വൽ പ്രൈസ് മാത്രമേ അവർ മീൻസ് വെയിറ്റ് കാൽക്കുലേറ്റ് 30 kg വരെയും ആക്ച്വൽ വെയിറ്റ് മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സർവീസ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഈ കോസ്റ്റ് വീണ്ടും കുറയ്ക്കാൻ വേണ്ടി പറ്റും നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രഡീഷണൽ ബിസിനസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം എക്സ്പോഷർ കൊടുത്ത്, വിസിബിലിറ്റി കൊടുത്ത്, അതിൻ്റെ ഓപ്പറേഷൻസും കൂടി, സപ്ലൈ ചെയിനും കൂടിയും സ്ട്രീംലൈൻ ചെയ്യുമ്പോഴാണ് അതിന് സക്സസ്ഫുൾ ഒരു ബിസിനസ്സായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സായി മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇ-കൊമേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളുടെ പിനാക്കിൾ സ്റ്റാമ്പ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ പുതിയ കൺട്രീസിലേക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എങ്ങനെ ഇപ്പോൾ എമിറേറ്റ്സ് പോസ്റ്റ് അല്ലെങ്കിൽ EMX ഉപയോഗിച്ചിട്ട് എങ്ങനെ ലോജിസ്റ്റിക്സ് നമുക്ക് സ്ട്രീംലൈൻ ചെയ്യാന്നുള്ള പറഞ്ഞു, കോസ്റ്റ് എഫക്റ്റീവായിട്ടും മോർ കൺട്രീസിലേക്ക് കൊടുക്കാന്നുള്ളത് നമ്മൾ സംസാരിച്ചു. അതേപോലെ തന്നെ ഇനി വേണ്ടതാണ് സിസ്റ്റംസ്, പ്രോപ്പർ സിസ്റ്റം. ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇ-കൊമേഴ്സ് സ്റ്റോർ ഉണ്ടാവും, സ്റ്റോറിലേക്കും വരും, വാട്സപ്പിൽ കൂടെയും വരും അല്ലേ. വാട്സപ്പിൽ ഇപ്പൊ ബഷീർക്കാർക്ക് വരുന്ന 90% വാട്സപ്പിലേക്കായിരിക്കും. അപ്പൊ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇങ്ങനെ മാനുവൽ ഇന്റർവെൻഷൻ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് അല്ലെ. വാട്സപ്പിൽ വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് സംസാരിക്കണം. ഒരു കസ്റ്റമറെ തന്നെ ചിലപ്പോൾ ക്ലോസ് ചെയ്യാൻ 1/2 മണിക്കൂർ എടുക്കും, 1 മണിക്കൂർ എടുക്കും ഇല്ലേ. ഈവൻ ചാറ്റ് ബോട്ടിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്താൽ പോലും റോങ്. B2B ചാറ്റ് ബോട്ടിനെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പറ്റും, കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ ലേൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ചാറ്റ് ബോട്ടിന് ഉപയോഗിക്കാം. പക്ഷേ ഇനീഷ്യലി ചാറ്റ് ഇന്ന് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ വിചാരം വാട്സപ്പിലേക്ക് എൻക്വയറി വരിക, അതിന് മറുപടി കൊടുക്കുക, അത് തന്നെയാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ മാറ്റണം. അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പെർഫോമൻസ് ആഡ്സ് ഞാൻ പറഞ്ഞല്ലോ, ഈ പെർഫോമൻസ് ആഡ്സ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 എൻക്വയറി അല്ല വരുന്നത്. അതെ. ആ എൻക്വയറി എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1000 എൻക്വയറി ആയിരിക്കും, നമ്മൾ കമ്മിറ്റ് ചെയ്യും. ഓക്കെ, നാളെ 1000 എൻക്വയറീസ് വരും. അപ്പോൾ നമ്മളുടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിസ്റ്റിംഗ് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സിസ്റ്റം മുഴുവൻ പൊട്ടിപ്പോവും. അപ്പോൾ ഈ വന്ന കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് പ്രോപ്പർ സർവീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിന് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എല്ലാ എൻക്വയറീസും നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മളുടെ ഡയറക്റ്റ്ലി നമ്മുടെ സ്റ്റോറിലേക്കാണ്, ഓൺലൈൻ സ്റ്റോറിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്റ്റമറിൻ്റെ എല്ലാ ഡാറ്റാസും അവരുടെ ആ ഒരു നമ്മളുടെ വെബ്സൈറ്റ് അതിനെ ട്രാക്ക് ചെയ്യും, അവരുടെ പിക്സലിന്. അപ്പോൾ എന്ത് ചെയ്തു, അവരുടെ ഈവൻ നമ്പർ പോലും കിട്ടാണ്ട് ആ കസ്റ്റമറെ നമ്മൾ അക്വയർ ചെയ്തു. അതെ, നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് ടച്ച് ചെയ്യിച്ചു. ഗൂഗിൾ അനലിറ്റിക്സും മെറ്റാ പിക്സൽസും ഇതൊക്കെ വെച്ചിട്ട് അവർ നമ്മുടെ ആളായി, അക്വയർ ചെയ്തു. കൺവേർട്ട് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്വിസിഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് എന്താണോ, അവരുടെ ബിസിനസ് എന്താണോ, അതിന് വേണ്ടിയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ലാൻഡിങ് പേജസ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. നമ്മളുടെ പ്രൊഡക്റ്റ് പേജ് ആവും, അല്ലെങ്കിൽ അതിന് വേണ്ടി ലാൻഡ്. ഇപ്പം ഞാനൊരു റെസ്റ്റോറൻ്റ് ആണ്, അപ്പോൾ എനിക്ക് ഓഫീസിലെ സ്റ്റാമ്പിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ആൾക്ക് വേണ്ടത് എന്തായിരിക്കും, സ്റ്റാമ്പ് ചെയ്യണത്, ബ്രാൻഡിങ് പാക്കേജിങ് ചെയ്യേണ്ടത്, സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റ്സ് ചെയ്യേണ്ടത് ഇതായിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റിക്കർ എംബോസ് ചെയ്യണമായിരിക്കും, ഇതായിരിക്കും. അപ്പോൾ എന്താണ്, ആ ആൾക്ക് സമയമില്ല, ആർക്കും സമയമില്ല. അപ്പം ഡെസിഷൻ എടുക്കാൻ സമയമില്ലാന്ന് മാത്രമല്ല, ആര് പെട്ടെന്ന് റെസ്പോൺസ് കൊടുക്കുന്നു അവർക്കാണ്. അപ്പോൾ ആർക്ക് സമയമല്ല. ശരിക്കും അതാണ്, ആ സമയക്കുറവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂട്ടിലൈസ്. അപ്പോൾ എന്ത് വേണം, ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്, അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ആഡ് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റോറൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പോകേണ്ടത്.